വളരെ തീഷ്ണമായ ദൈവസ്നേഹത്തോടെ ദൈവഭക്തിയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ അങ്ങ് ജീവിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കുർബാനയിലെ സ്വർഗീയ ജ്വലിപ്പോടുകൂടി ഇളങ്ങി നിൽക്കുന്ന ഈ അഭിഷേക നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അതിനെ ആനുപാതികമായ ആരാധനയ്ക്ക് യോഗ്യമായ തുടിപ്പുകളാൽ അക്ഷരങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയ്ക്ക് യോഗ്യമായ വിശ്വാസത്താൽ, യോഗ്യമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികളെ ശ്രുതികളെ ആരാധന 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 പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന 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 അതീവമായ വിശ്വാസം, അതീവ സ്നേഹം, അതീവ പ്രത്യാശ, അതീവ ശരണം, ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ആൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കാരണം അവൻ തൻ്റെ വിശുദ്ധ ശരീരത്താൽ അതിലനുഭവിച്ച പീഡാസഹനങ്ങളാൽ അതിനേക്കാളുപരി ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ പിതാവിൻ്റെ പക്ഷത്തു നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാനവരാശിയുടെ ഉത്ഥാനത്തിന് വേണ്ടി സ്വന്തം ശരീരവും സ്വന്തം ജീവനും നമുക്ക് വേണ്ടി ചൊരിഞ്ഞവൻ, പിതാവായ ദൈവം സർവമഹത്വത്തോടെ ഉയർത്തുന്നേറ്റവൻ, ഒരു തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുവാൻ വേണ്ടി മാത്രമേ എളിമ കാണിച്ചവൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആരാധന കാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഇന്നും നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് തൻ്റെ മക്കളെ അവിടുന്ന് വാഗ്ദാന നാട്ടിലേക്ക് പറഞ്ഞേക്കണത്. ഏതെങ്കിലും ഒരു ക്ലേശങ്ങളിലൂടെയാണ് എൻ്റെ സഹോദരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ആദ്യമായി അവസാനം പറയുന്നത് ഇതാണ്: ഇന്ന് കാണുന്ന ക്ലേശങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷെ ദൈവവേദനെ ഈ ക്ലേശകാലത്ത് ദൈവം ആരാണെന്ന് നീ അറിയണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വചനം വായിച്ചത് എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ മഹത്വം കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ സ്പർശിക്കണമേ കർത്താവേ അഭിഷേകം ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. യെരമ്യാ 29:14 തിരുവചനം. നിങ്ങൾ എന്നെ കണ്ടെത്താൻ പറഞ്ഞേ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു.
അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ ഇതിന് സമാനമായ വേറൊരു വചനമുണ്ട്. എന്താ ഈ വചനം എന്ന് പറയുന്നത്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടപടിയിൽ വരുത്തുന്നത്. എന്തനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതിനെല്ലാം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ടാകും, വാക്കിൻ്റെ ദാനമുണ്ടാകും. അല്ലാതെ വചനത്തിലില്ലാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തനുഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സന്ധ്യ അജി എന്ന് പറഞ്ഞ ഒരു മോളാണ്, പുനലൂർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരുടെ സാക്ഷ്യം എന്ന് പറയണത് അവർക്ക് കൈക്ക് അലർജിയാണ്. 10 വർഷമായിട്ടുള്ള അലർജിയാണ് ഈ സന്ധ്യ അച്ചിക്ക്. 10 വർഷമായിട്ട് കൈ ഇങ്ങനെ പൊട്ടി അളിഞ്ഞിരിക്കുന്നതാണ്. സന്ധ്യ അജിയുടെ ഒരൊറ്റ സാക്ഷ്യം വെച്ചാൽ അവർ ഓൺലൈനാണ് ഉടമ്പടി ആദ്യം ചെയ്തത്. പക്ഷേ 10 വർഷമാണെന്ന് ഓർക്കണം. ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കറിയാം കൃപാസനത്തിൽ ദൈവം 3-4 അനുഗ്രഹത്തിൻ്റെ ചാലുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ്. ലോകത്തുള്ള എവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഒരു അത്യാഹിത സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിനെ ഫോൺ ചെയ്ത് ആളെ കിട്ടിയോ ഇല്ലയോ ഒന്നുമില്ല, കമ്പ്യൂട്ടർ എടുത്തതിന് ശേഷം ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ് കൃപാസനം മരിയൻ്റെ അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം കൃപാസ്ഥാനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെ കൃപാസ്ഥാനത്തിൻ്റെ ആത്മീയ ആസ്തികളിലേക്ക്. ആത്മീയ ആസ്തികളെന്ന് പറയുന്നത് എന്താണ്? 1987 മുതൽ ഇന്ന് വരെ എങ്ങനെയായാലും ഒരു 100 കോടി ജപമാല ചൊല്ലിക്കാണാം. കൃപാസനത്തിൽ ആയിരക്കണക്കിന് പ്രേക്ഷിതരെ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കൺവെൻഷൻ്റെ ഉണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഉൾപ്പെടെ ഈ 32 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ആ ആസ്തികളിലേക്കാണ് നിങ്ങൾ വിടുന്നത്. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് പേര് കുത്തിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആ ഒരു ശുഷ്കമായ ആസ്തികളിലേക്കല്ല. നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ലൈറ്റ് കാൻഡിൽ പേരൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു 100 കോടി ജപമാലയുടെ ആസ്തികളിലേക്കും അത്രയും തന്നെയുള്ള അതുപോലെയുള്ള കൃപാസനം നടത്തിയുള്ള ആരാധനകൾ, ഉപവാസങ്ങൾ, അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ കർത്താവിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സുവിശേഷ സാക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ അറ്റ കൈക്ക് നിങ്ങളെ വേദനയോടെ ഒരു വിഷയം പറയുമ്പോൾ ആദ്യം നമ്മളെ സഡൻ റിലീഫ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതാ ലൈറ്റ് ആൻഡ് റിപ്പയർ റിക്വസ്റ്റിൻ്റെ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് അനുഗ്രഹമായി മാറണമെന്ന്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മളെ വിശുദ്ധന്മാർക്ക് ആത്മീയമായ ഇടിവെപ്പില്ലേ ഇല്ലേ? നമ്മളുടെ വിശുദ്ധന്മാരുടെ അല്ലെ സഭയുടെ പുണ്യാളന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശുദ്ധ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യാളന്മാരുടെ പുണ്യപ്രവർത്തികളുണ്ട്, അവരുടെ ജീവത്യാഗങ്ങളുണ്ട്, വിശ്വ സെബസ്ത്യാനോസിനെ പോലെയുള്ളവരുടെ രക്തസാക്ഷിത്വമുണ്ട്. അത് മഹത്തായ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നിക്ഷേപമാണ്, പുണ്യത്തിൻ്റെ നിക്ഷേപമാണ്. അത് സഭയുടെ അവർ വിജയസഭയിലുള്ള ആൾക്കാരാണ്. നമ്മൾ സഹനസഭയുടെ കാലങ്ങളിലേക്ക് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് മാധ്യസ്ഥമാണ്, സിമ്പിൾ മാധ്യസ്ഥമാണ്. യേശുവിൻ്റെ കാലത്ത് പോലും വിജാതിയർ പോലും ഇപ്പം യഹൂദ പ്രമാണികൾ വന്നിട്ട് ശതാധിപന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കണ്ടില്ലേ? അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. ഇപ്പം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 യേശുവേ. ലൂക്കാസ് സുവിശേഷം 7:5, അതായത് ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദ പുരോഹിതന്മാർ പ്രമാണികൾ വരുന്നതാണ്. പക്ഷെ അവർ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് നോക്കിയേ. ലൂക്കാസ് സുവിശേഷം 7:5
അവർ യേശുവിന്റെ അടുത്ത് വന്ന് യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങള് ഇപ്പൊ ഈശോ തന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഈ ഓൺലൈനിൽ ഇപ്പൊ ഈശോ തന്ന സന്ദേശമാണിത്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിന്ദു, ഇതെൻ്റെ ഹസ്ബൻഡ് അജി, ഇത് മോന്. ഡോക്ടറിൻ്റെ രൂപത്തിൽ മാതാവായിരുന്നു അവിടെ സർജറിയുടെ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു, ബഹ്റിനിലായിരുന്നു ആ സമയത്ത്. അപ്പം എല്ലാവരെയും പോലെ പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ IELTS പഠിച്ചു, ജർമ്മൻ പഠിച്ചു. എനിക്കൊന്നിലും ഒരു സ്ഥിരതയില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒന്നുറച്ച് നിൽക്കാൻ. അങ്ങനെ OET പഠിച്ചു, അത് പാസ്സായി. ഇപ്പോൾ ഞങ്ങൾ UK-യിലാണ്. ഇപ്പം ഞങ്ങൾ ഇന്നിപ്പം വരുന്ന വഴിയാണ്, വീട്ടിൽ പോയില്ല. അങ്ങനെ അതുപോലെ ഹസ്ബൻഡ് അവിടെ എത്തിക്കഴിഞ്ഞപ്പം ജോലി കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. ഇപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു പെർമനൻറ്റ് ജോലി കിട്ടി. അതുപോലെ മോന് +2 എക്സാമിന് അക്കൗണ്ടൻസി ഒത്തിരി പാടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവൻ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്ക്. അവന് ലൈറ്റ് ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവൻ ചോദിച്ചത് 80% മാതാവ് അവന് 82% കൊടുത്ത് അനുഗ്രഹിച്ചു. ഉടമ്പടി എന്ത് അസുഖം വന്നാലും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ഒത്തിരി പേരോട് ഞാൻ കൂടുതലും പറയുകയാണ് ചെയ്യാറുള്ളത് ഈ മാതാവിനെ പറ്റി. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എവിടെ ആരെന്ത് സഹായം ചോദിച്ചാലും എന്നാൽ കഴിയുന്ന വിധം ഞങ്ങൾ ചെയ്യാറുണ്ട്. വീട് വയ്ക്കാനായാലും രോഗികൾക്കായാലും അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുവാനായിട്ട് മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇപ്പോൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുവാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുകുമാരനും കൊടാനുകൂടി നന്ദി അറിയിക്കുന്നു. കാരുണ്യ പ്രവൃത്തി ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും വീട് വെക്കാനുള്ള സഹായം ചോദിക്കാറുണ്ട്, ഇടവക വഴിയായിട്ടും അറിയാവുന്നവർ ഒക്കെ. പിന്നെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ, അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എന്നാൽ കഴിയാവുന്ന വിധം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ഇപ്പം നേരത്തെ ഞങ്ങൾ ഓരോരുത്തരായിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. ഞങ്ങൾക്കൊരു മോളൂടുണ്ട്. മോളിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പം അവക്കും ഇടയ്ക്ക് പിന്നെ ചെറിയൊരു അൾസറിൻ്റെ ഒക്കെ പ്രശ്നം വന്ന് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു. ഞാൻ ആ സമയത്തൊക്കെയും ലൈറ്റ് ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ലൈറ്റ് ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്ര നാൾ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ഇത്ര തന്നെ ദൈവം അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി കരയേറ്റുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിനി, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. 31/3/2022 ഞാൻ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ യൂട്യൂബ് വഴി പലരുടെയും രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടാണ് ഞാനിവിടെ കടന്നു വരാൻ കാരണം എനിക്ക് 10 വർഷമായിട്ടുണ്ടായിരുന്ന അതിശക്തമായ തലവേദനയായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകുവാനോ ആരോട് സംസാരിക്കുവാനോ ഒന്നും തോന്നാത്ത ഒരു അനുഭവമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ ഉണ്ടാകുമായിരുന്നു. പെയിൻ കില്ലർ എടുക്കാതെ അത് മാറത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്ത അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ വീണ്ടും എനിക്ക് തലവേദന അനുഭവപ്പെട്ടു. അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് സൗഖ്യപ്പെട്ടതാണ്. അതിൽ പിന്നെ ഇന്ന് വരെയും എനിക്ക് ആ തലവേദന ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ പരിശുദ്ധ അമ്മയോട് രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഒരു 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് 18 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് നൽകി.
പിന്നെ എനിക്ക് അന്ന് രോഗസൗഖ്യമാണ്. ഒരു 7-8 മാസമായിട്ട് എനിക്ക് ശ്വാസമുട്ടലിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി വെളുപ്പിനെ 2 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഉറങ്ങാൻ പറ്റാത്തൊരനുഭവമാണ്. ഈ 2 മണിയാകുമ്പോൾ ഈ ശ്വാസം മുട്ടൽ അതിശക്തമായി എനിക്ക് കൂടുമായിരുന്നു. തണുത്ത ഒരു സാധനങ്ങൾ ഭക്ഷിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ അമ്മയുടെ ഉടമ്പടി തൈലം നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായിട്ടും എന്നെ സുഖപ്പെടുത്തി. 4ാമത് എനിക്ക് ചെവിക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ചെറുതായിട്ട് തുടങ്ങിയാണ്. പിന്നെ അത് വലുതായി. അത് മാസത്തിലൊരിക്കലൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ആശുപത്രിയിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അമ്മ എന്നെ സുഖപ്പെടുത്തി. ഇത്രയും അനുഗ്രഹങ്ങളല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു വന്നിരുന്നത് പത്രങ്ങൾ ഞാൻ പൊതുസ്ഥലത്തെ എല്ലാം ഞാൻ പോകുന്നിടത്തൊക്കെയും കൊടുക്കുമായിരുന്നു. ആത്മീയപരമായിട്ട് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ജപമാല റാലി നടക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എങ്ങനെ വരും, എനിക്ക് കൂടെ വരാൻ ആരുമില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടത്തിയും കൂടെ അമ്മയുടെ അടുത്ത് ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുള്ളൊരു വലിയ അനുഗ്രഹം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഉടമ്പടിയിലായിരിക്കുമ്പോഴും അല്ലായിരുന്നപ്പോഴും ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവർക്ക് വേണ്ടുന്ന എന്ത് കാര്യമാണെന്ന് ഞാൻ അവരോട് ചോദിക്കും. അവരതെന്നോട് പറയും. അത് ഞാൻ വാങ്ങിക്കൊണ്ട് അവർക്ക് എല്ലാ ആഴ്ചയിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് മോസ്മി രാജു. ഞാൻ വൈപ്പിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി 12-ാം തീയതിയാണ്. എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത് എൻ്റെ രോഗസൗഖ്യത്തിനായിട്ടും പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യത്തിനായിട്ടാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. എൻ്റെ രോഗസൗഖ്യം എന്ന് പറഞ്ഞത് എൻ്റെ യൂട്രസിലും ഓവറിയിലും മുഴയും തടിപ്പും ഉണ്ടായിരുന്നു. അത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ബയോപ്സി എടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ബ്രസ്റ്റിലും 2 ബ്രസ്റ്റിലും തടിപ്പും മുഴയുണ്ടായിരുന്നു. അത് 2 പ്രാവശ്യം മാമോഗ്രാം ചെയ്ത് 3ാമത്തെ പ്രാവശ്യം സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. അതും ഒരു ക്യാൻസറിൻ്റേതായിട്ടുള്ളൊരു ഇതിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സർജനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ 3ാമത്തെ മാമോഗ്രാം ചെയ്തു. അതിൽ യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ യൂട്രസിലും ഓവറിയിലൊക്കെ തടിപ്പും മുഴയും ഉണ്ടായിരുന്നു. അതും ഞാൻ ഡോക്ടറിനെ കാണിക്കാനായിട്ട് സർജനെ കാണിക്കാനായിട്ട് ലിസി ഹോസ്പിറ്റലിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചിങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ഇവിടുത്തെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് കണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്നാണ് വരുന്നത്. വീട്ടിൽ ഇതിലൊക്കെ എതിർപ്പാണ്, എന്നാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പം ഞാനിത് വെക്കണ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് അപ്പം തന്നെ അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇനി എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൊക്കെ ഒരു തണുപ്പങ്ങാട് വന്ന് എനിക്കെന്തോ ഒരു ഇതുപോലെ ഫീൽ ചെയ്ത് ഞാൻ വീട്ടിൽ ചെന്ന് ബയോപ്സി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൻ്റെ പൈസയൊക്കെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ തിരിച്ചു പോയി. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് എന്നോട് ആരോ പറയുന്നത്, നീ ഒരു സ്കാനും കൂടി നീ എടുക്കുക. അപ്പോൾ സ്കാനിങ് എഴുതി തന്നിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു സ്കാനും കൂടി ഞാൻ എടുത്ത്. ഓവറിയിലും യാതൊരു കുഴപ്പമില്ല. റൈറ്റ് ഓവറിയിലായിരുന്നു മുഴ. എൻ്റെ യൂട്രസും ഓവറിയൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞതാണ് ഡോക്ടർ. പക്ഷെ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല, തടിപ്പില്ല, എല്ലാം നോർമലായിട്ടിരിക്കണ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ 2ാമത്തെ നിയോഗം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. അവളെ ഇങ്ങോട്ട് അങ്ങനെ അധികം വിടുകയൊന്നുമില്ല. കാരണം അവർ ഹിന്ദു സമുദായത്തിൽ കൂടുതൽ വിശ്വസിക്കണോണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് നിയോഗത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. IELTS ഫസ്റ്റ് ചാൻസ് തന്നെ അവൾ പാസ്സായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അയർലൻഡിൽ അവർ ഫാമിലി ആയിട്ട് 2 വർഷം അവിടെ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു.
പിന്നെ അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ 2023 ഡിസംബറിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 3 മലയാളികൾക്ക് എനിക്കായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണേണ്, അപ്പം നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചിലപ്പോൾ ഞങ്ങളുടെ ജോലി പോകാൻ തന്നെ പിന്നെ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ലൈറ്റ് കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടും പിന്നെ എൻ്റെ ബ്രസ്റ്റിലെ തടിപ്പിൻ്റെ ഇത് ഞാൻ നിയോഗത്തിലിട്ട് മാതാവിനോട് ശക്തമായിട്ട്, ഞാനും എൻ്റെ അമ്മയും അന്ന് രാത്രി ശക്തമായിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെയുള്ള അയർലൻഡിലെ മാനേജ്മെൻറ്റ് അവരോട് 4 പേരോട് സോറി പറഞ്ഞു. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ്, വേറെ ഒന്നുമല്ല. കാരണം അവരുടെ ജോലി പോകുന്ന അവസ്ഥയായിരുന്നു. പിന്നെയുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയോഗമാണ് ഞാൻ വെച്ചത്. പിന്നെ അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ട് 14 വർഷമായി. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് കണ്ണ് ഓപ്പറേഷൻ, തിമിരത്തിൻ്റെ ഓപ്പറേഷൻ വന്നിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയിരുന്നു. ശസ്ത്രക്രിയ ചെയ്താലും കാഴ്ച തിരിച്ചു കിട്ടണ സംശയമായിരുന്നു. ഞാൻ ഇങ്ങനെ അമ്മേനെ പോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്ത് തരാം, റിസ്ക് ആണെന്ന് പറഞ്ഞ്, കാഴ്ച ചിലപ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അമ്മയുടെ പിന്നെ ജപമാല ശക്തമായിട്ട് കാശ് രൂപം കയ്യിൽ പിടിച്ച് ശക്തമായിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് കണ്ണിന് യാതൊരുവിധ കുഴപ്പമില്ല, കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ അമ്മക്ക് ഭയങ്കര ഈ സ്ട്രോക്ക് വന്നതിൻ്റെ ഇതിൽ തളർച്ചയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അമ്മക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായിരുന്നു, കാരണം അമ്മ ഇതിലൊന്നും അധികം വിശ്വസിച്ചിരുന്നില്ല. പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അമ്മ പരിശുദ്ധ മാതാവിനെ സ്വപ്നം കാണുകയും പലതരത്തിലുള്ള എന്നിൽ കൂടുതൽ വിശ്വാസം അമ്മയോട് പ്രാർത്ഥിക്കണതും ഒക്കെ. അമ്മ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3:30 മണിയാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കണം. അതുവരെ ഇരുന്ന് പ്രാർത്ഥനയാണ്. രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3:30 മണിയാകുമ്പോഴേ എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കണം. അതുവരെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആരമ്മേനോട് വന്ന് ആരുടെ ദുഃഖം പറഞ്ഞാലും അമ്മ അവർക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുള്ളൂ. അതേപോലെ ശക്തമായി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ അതുപോലെ എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യം, ഭർത്താവ് ഇതിനൊക്കെ വിശ്വാസമല്ല, എന്നാൽ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഭർത്താവിൻ്റെ വയറിന് ഇടതുവശത്തായിട്ട് അടിവേദനായിട്ട് ഒരു വേദന വന്നപ്പോൾ ഞാൻ പുള്ളിക്ക് വിശ്വാസമില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒന്നും ഉണ്ടാവല്ലേ, കാരണം ഡോക്ടർ പറഞ്ഞ് കിഡ്നിയിൽ സ്റ്റോൺ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാൻ പുള്ളി അറിയാതെ തന്നെ ഉറക്കത്തിൽ ഞാൻ തൈലം പുരട്ടി, വലത്തെ സൈഡിൽ തൈലം പുരട്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലേന്ന്. പിറ്റേ ദിവസം ഭർത്താവിനെ കൊണ്ട് പോയി സ്കാനിങ് തിയേറ്ററിൽ കയറ്റുമ്പോഴും ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, അന്ന് ചൊവ്വാഴ്ചയായിരുന്നു, അന്ന് ഞാൻ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കണമായിരുന്നു. പെട്ടെന്ന് സ്കാൻ റിപ്പോർട്ട് കിട്ടിയാൽ നോക്കിയപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല, കിഡ്നിയിൽ സ്റ്റോണോ ഒരു കുഴപ്പമില്ല. പരിശുദ്ധ മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ ഒരു തയ്യൽ തൊഴിലാളിയാണ്. ആദ്യം എനിക്ക് തയ്യലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഉടമ്പടിത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ജോലി മേഖലകളിലാണെങ്കിലും എല്ലാത്തിലും അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം പത്രം കിട്ടിയാൽ എല്ലായിടത്തും പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് അതിൽ കുരിശ് വരച്ചിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സന്ദർശിക്കാറുണ്ട്, പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഞങ്ങൾ ആഴ്ചയിൽ ഒരു 10 പൊതി ചോറ് വീതം കൊണ്ട് അവിടെ അവർക്കൊക്കെ കൊടുക്കും. പിന്നെ ആര് വന്ന് എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ആര് വന്ന് ചോദിച്ചാലും അവർക്കൊക്കെ ചെയ്യാറുണ്ട്, എൻ്റെ കഴിവുള്ള പോലെ തന്നെ. ഇതൊക്കെയാണ് എനിക്ക് പറയാവുന്ന സാക്ഷ്യം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ നേഹ ജോജോ, എറണാകുളം നോർത്ത് പേരൂരാണ് എൻ്റെ വീട്. ഞാൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. ഞാൻ 8 മാസം ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയത്. പക്ഷെ എനിക്കൊന്നും സെറ്റാവണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് എന്നെപ്പോലെ തന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന്
പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹം, അവരുടെ പ്രാർത്ഥനയൊക്കെ സാധിച്ചുള്ള സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ കൂടുതലും എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഫോണിൽ.